ഈ തെരഞ്ഞെടുപ്പിൽ ഷിർക്ക് എന്ന് പറഞ്ഞത് ഷിർക്കല്ലാതാക്കിയോന്നാ പ്രശ്നം. പിന്നെ നയപരമായ പ്രശ്നം അതാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കലും ഷിർക്കാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല അഹമഹിമയാ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഷിർക്ക് ഹലാലാക്കിയോ ഹറാം ഹലാലാക്കിയോ? ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാണെന്ന് പറഞ്ഞു. ഇന്നും ഷിർക്കാണ്, ഇന്നലെയും ഷിർക്കാണ്, നാളെയും ഷിർക്കാണ്. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത്. നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രമാണ്. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്. മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ